പാർട്ടി മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്തു നിന്നോ പോഷക സംഘടനകളിൽ നിന്നോ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെ വിമർശനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കല്ലേ കത്തേറേണ്ടത്? എന്നോട് ഒരു പോഷക സംഘടനാ നേതാവോ ഒരു പാർട്ടി പ്രവർത്തകനോ അത് സംബന്ധിച്ച് വിമർശനം പറഞ്ഞിട്ടില്ല. പ്രമേയം പാസാക്കി കത്ത് പുറത്തു വന്ന് യൂത്ത് ലീഗിന്റെ പ്രമേയമാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്കതിൻ്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടണ്ടേ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും വേദിയിൽ കിട്ടണ്ടേ? അതുകൊണ്ട് അതൊക്കെ അവാസ്തവമാണ്. നേരത്തെ പാർട്ടി തീരുമാനിച്ചതാണ്. ജനപ്രതിനിധികളുടെ പ്രവർത്തനങ്ങൾ പാർട്ടി കൂടി ഇടയ്ക്ക് വിശകലനം ചെയ്യും, ചർച്ച ചെയ്യും. അവർ നേരിടുന്ന പ്രയാസങ്ങൾ ഞങ്ങളെ അറിയിക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് ചെയ്യാൻ പറയും. ഇത്തരം കാര്യങ്ങൾക്ക് ഇടയ്ക്കൊരു കൂടിയിരിക്കൽ, അത് മന്ത്രിമാരായാലും MLA-മാരായിരുന്നാലും മറ്റ് ജനപ്രതിനിധികളായാലും ഒക്കെ ചെയ്യണം എന്ന് പാർട്ടി നേരെ തീരുമാനിച്ചാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് 2 മാസമായി മന്ത്രിസഭ അധികാരത്തിൽ വെച്ചിട്ട്. അതുകൊണ്ട് മന്ത്രിമാരുടെ ഒന്ന് വിളിച്ചു വരുത്തി ഓരോരോ വകുപ്പിലും ഉള്ള കാര്യങ്ങൾ ഞങ്ങളൊന്ന് പരിശോധിച്ചു, വിശകലനം ചെയ്തു, അവരുടെ അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. അതിന് ആവശ്യമായ ചർച്ചകളൊക്കെ നടത്തി തീരുമാനങ്ങൾ എടുത്തു. നാളെ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ചേരുന്നുണ്ട്. ആ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിൻ്റെ കൊണ്ടാണ് തലേ ദിവസം ഞങ്ങൾ യോഗം ചേർന്ന് അപ്ഡേറ്റ് ആക്കിയത്. ഇനി നാളത്തെ യോഗത്തിൽ ഞങ്ങൾക്കിത് അവതരിപ്പിക്കണം, പിന്നെ പാർട്ടി വേദികളിൽ ഞങ്ങളിത് ബോധ്യപ്പെടുത്തണമല്ലോ. അപ്പോൾ അതിനുള്ള ഒരു സൗഹൃദ നേരത്തെ ഉണ്ടാക്കിയ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായി പോകണം, സംഘടനാ സംവിധാനത്തിലൂടെ തന്നെ പോകണം എന്നുള്ളത് കൊണ്ടുള്ള ഒരു ചർച്ച മാത്രമാണ് ഇന്നുണ്ടായത്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഡേറ്റ് ഇന്നേക്ക് കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നടത്തിയത്. അല്ല, അതൊക്കെ ഞങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതിൽ ചർച്ചകളാണ് നടക്കുന്നത്, വേറെ ഒന്നുമില്ല. പാർട്ടി മന്ത്രിമാർക്കെതിരെ പാർട്ടിക്കകത്തു നിന്നോ പോഷക സംഘടനകളിൽ നിന്നോ ഒരു വിമർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെ വിമർശനം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കല്ലേ കത്തേറേണ്ടത്? എന്നോട് ഒരു പോഷക സംഘടനാ നേതാവോ ഒരു പാർട്ടി പ്രവർത്തകനോ അത് സംബന്ധിച്ച് വിമർശനം പറഞ്ഞിട്ടില്ല. പ്രമേയം പാസാക്കി കത്ത് പുറത്തു വന്ന് യൂത്ത് ലീഗിന്റെ പ്രമേയമാണ് എന്ന് ഞാൻ പറയണമെങ്കിൽ എനിക്കതിൻ്റെ ഒരു കോപ്പിയെങ്കിലും കിട്ടണ്ടേ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും വേദിയിൽ കിട്ടണ്ടേ? അതുകൊണ്ട് അതൊക്കെ അവാസ്തവമാണ്. നിലവിലുള്ള മന്ത്രിമാരുടെ ഈ പ്രവർത്തനത്തിൽ സംതൃപ്തി തന്നെയാണോ? എന്താ സംശയം? അത് മാത്രമല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒന്ന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കണ്ടേ? മന്ത്രിമാരും പാർട്ടിയും രണ്ട് വഴിക്ക് പോകുന്നു സമൂഹ മാധ്യമങ്ങൾ ലീഗിലെ പ്രവർത്തനങ്ങൾ പങ്കുവച്ചിരുന്നു. അത് നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അത് സാധാരണ പ്രവർത്തകർ ശരിയാണോ എന്നറിയാൻ ഒന്ന് സോഷ്യൽ മീഡിയയിലിടും, അങ്ങനെ പ്രചരിക്കും. അത് തമ്മിൽ യാതൊരു ആ പ്രമേയത്തെ തന്നെ ഞാൻ ഇല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിനെപ്പറ്റി വിശദീകരിക്കേണ്ട. ഔദ്യോഗികമായ ലെറ്റർ പേഡിൽ പ്രമേയം ഇതുവരെ പോയ പോലെ തന്നെ പോകും, ഒരു പ്രശ്നമില്ല. സംഘടനാ സംവിധാനം തന്നെയാണ് മുസ്ലിം ലീഗിലുള്ളത്. MSFന്റെ ഔദ്യോഗികമായിട്ടുള്ള ലെറ്റർ പേഡിലുള്ള സൈൻ ചെയ്ത ഇല്ല.